ഹായ്, ഇന്നൊരു കുഞ്ഞു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. സെറ്റ് മുണ്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ സെറ്റ് മുണ്ടിൻ്റെ കര ഒരു വെറൈറ്റി കളറാണ്. ഞാൻ അധികം ഒരിടത്തും അങ്ങനെ കണ്ടിട്ടില്ല. ഒരു ഗ്രേപ്പ് വൈൻ കളറാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ ബ്ലൗസ് എന്ന് പറയുന്നത് എനിക്കൊരു ഓൾറെഡി ഒരു സാരി ഉണ്ടായിരുന്നു. ആ സാരിയുടെ കൂടെ വരുന്ന ബ്ലൗസാണ്. ഞാൻ ഈ സെറ്റ് മുണ്ട് എടുത്ത് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഈ സാരിയുടെ കൂടെ ഈ ബ്ലൗസ് ഭയങ്കരമായിട്ട് അങ്ങ് ചേർന്ന് പോകുന്നുണ്ട്. രണ്ടും ഇട്ടപ്പോൾ നല്ല രസമുണ്ട് അല്ലേ? എവിടെ പോകാനുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. നല്ല നല്ല ഭംഗിയല്ലേ രാവിലെ എണീറ്റ് കുളിച്ച് കരി എഴുതി കണ്ണെഴുതി പൗഡറൊക്കെ ഇട്ട് പൊട്ടൊക്കെ തൊട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത്. അങ്ങനെ വെറുതെ അങ്ങനെ പ്രത്യേകിച്ച് ഒരിടത്ത് പോകാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പിന്നെ പൊട്ട് ഞാൻ കുങ്കുമമാണ് ഇടാറുള്ളത്. കുങ്കുമം അങ്ങനെ പറ്റി പിടിച്ചിരിക്കാറില്ല, പെട്ടെന്ന് അങ്ങ് മാഞ്ഞു പോകാറുണ്ട്. അതുകൊണ്ട് മോയ്സ്ചറൈസർ വെച്ച് ഒരു ഡോട്ട് ഇട്ടിട്ടാണ് അതിൻ്റെ പുറത്താണ് കുങ്കുമം ഇടുന്നത്. അപ്പോഴേക്കും അതങ്ങ് സെറ്റായിട്ട് കുറേ നേരത്തേക്ക് അങ്ങ് ഇരുന്നോളും. കമ്മലിത് ഈ സിൽവർ കളറിലുള്ള ജിമിക്കയാണ് ഇടുന്നത്. നല്ല ഭംഗിയില്ലേ, നന്നായിട്ട് ചേരുന്നുണ്ട് സെറ്റ് മുണ്ടിൻ്റെ കൂടെ. നല്ല രസമുണ്ട്. ഇനി എന്താ, ഇനി വള നോക്കിക്കേ. വള നമുക്ക് കുപ്പിവള, കരിവള ഇടാം. കരിവള ഇത് ഒരു ഡസനിൽ കൂടുതൽ വളകളുണ്ട് കേട്ടോ. ഒരു 15-16 വളകളുണ്ട്. നല്ല ഭംഗിയുണ്ട് സെറ്റ് മുണ്ടിലൂടെ. അല്ലെങ്കിലും ഈ കരിവളയൊക്കെ ഇടുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. കരിവള കുപ്പിവളയൊക്കെ ഇടുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഇനി നമുക്ക് ഫൈനലി ലൈറ്റായിട്ടൊന്ന് ലിപ്സ്റ്റിക് കൂടെ എഴുതി കൊടുക്കാം. അങ്ങനെ ഇതോടുകൂടി നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനലി വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, താങ്ക് യു.